ഐഡിയസ് നമ്മളിന്ന് പറയുന്നത് കേരള സംസ്ഥാന വഖഫ് ബോർഡ് നൽകുന്ന ഒരു ലോൺ സ്കോളർഷിപ്പിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് വഖഫ് ബോർഡ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇത് മുസ്ലിം കുട്ടികൾക്ക് മാത്രമാണ് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു 2024 ഈ ഒരു അക്കാദമിക് ഇയറിൽ അഡ്മിഷൻ എടുത്തേക്കുന്ന കുട്ടികൾക്കായിട്ടാണ് ഈ ഒരു ലോൺ സ്കോളർഷിപ്പ് കിട്ടുന്നത്. ഒരുവിധം എല്ലാ കോഴ്സുകളും MBBS, BTech, BTech ലെറ്റ്, അതുപോലെ തന്നെ BDS, BVSC, BHMS, BAMS, BPharm, PharmD, BSc നഴ്സിംഗ്, ജനറൽ നഴ്സിംഗ്, അഗ്രികൾച്ചർ, BUMS അതായത് യുനാനി, LLB, BPT, BSc റേഡിയോളജി, BSc റെസ്പിറേറ്ററി തെറാപ്പി, BSc ഒപ്റ്റോമെട്രി, അതായത് നമ്മൾ പറയുന്ന ഈ ഒരു നഴ്സിംഗ് ആൻഡ് അലൈഡ് കോഴ്സുകൾ എന്ന് പറയാണ്ടല്ലോ. BSc നഴ്സിംഗ് ആൻഡ് അലൈഡ് കോഴ്സുകൾ മിക്കതും വരുന്നുണ്ട്. ഡിപ്ലോമ ഇൻ കാർഡിയോവസ്കുലർ ടെക്നോളജി, BSc പ്രൊഫഷൻ ടെക്നോളജി, BSc ഡയാലിസിസ് ടെക്നോളജി, BSW, BFSC എന്നീ ഗ്രാജുവേഷൻ കോഴ്സുകളും, MPharm, ജനറൽ നഴ്സിംഗ്, MSc നഴ്സിംഗ്, MSW, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ്, ഹോമിയോ, വെറ്റിനറി, MFSC എന്നീ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളിലും, അതുപോലെ തന്നെ നീറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം ലഭിച്ച ഏത് കോഴ്സുകളാണെങ്കിലുമാണ് ഇത് അനുവദിച്ച് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയിൽ 80% മാർക്ക് ഉണ്ടാവണം, അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള ഗ്രേഡ് ലഭിച്ചിട്ടുണ്ടാവണം. നിങ്ങളുടെ വാർഷിക വരുമാനം 2,50,000 രൂപയിൽ താഴെ ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്, അതായത് 200 പേർക്കാണ് അപേക്ഷിച്ച 200 പേർക്കാണ് ഇത് അനുവദിച്ച് കിട്ടുന്നത്. ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 30 അപ്പോൾ ഇതിൽ നിങ്ങൾ സാധാരണ സ്കോളർഷിപ്പ് പോലെയല്ല. ഇപ്പോൾ നിങ്ങൾക്ക് മന്ത്ലി ഒരു 2,500 രൂപ വച്ചിട്ട് ഒരു വർഷം നിങ്ങൾക്ക് 30,000 രൂപ ഒരു എമൗണ്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതൊരു ലോൺ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഒരു ലോൺ സ്കോളർഷിപ്പാണ്. നിങ്ങൾ പലിശയില്ലാതെ കോഴ്സ് പൂർത്തിയാക്കിയിട്ട് 2.5 വർഷത്തിനകം ഈ ഒരു തുക നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് കേട്ടോ. അതിൽ കുടിശ്ശിക നിങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ 12% പലിശ ഈടാക്കും. അപ്പോൾ നിങ്ങൾ +2 അല്ലെങ്കിൽ 12th പരീക്ഷ മാർക്ക് ലിസ്റ്റിൻ്റെ പകർപ്പ് അപേക്ഷയോടൊപ്പം കൊടുക്കണം. പിന്നെ നിങ്ങൾ 200 രൂപയുടെ മുദ്രപത്രത്തിലാണ് ആ ഒരു കാര്യങ്ങളൊക്കെ 2 പേര് ജാമ്യം നിന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒപ്പിട്ട് കൊടുക്കേണ്ടത്. അതിൽ ജാമ്യക്കാർ 2 പേരും സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖല അല്ലെങ്കിൽ സ്വയം ഭരണാധികാര സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സഹകരണ ബാങ്ക് അല്ലെങ്കിൽ സൊസൈറ്റി ഇതിലേതെങ്കിലും ഉള്ളവരോ അല്ലെങ്കിൽ ജാമ്യക്കാരിൽ ഒരാൾ മുകളിൽ പറഞ്ഞപ്പെട്ടയാളും മറ്റേയാൾ വായ്പക്കാരൻ്റെ പിതാവ്, മാതാവ്, ഒരു സഹോദരൻ, സഹോദരി എന്നിവയിൽ വരുമാനമുള്ള ഏതെങ്കിലും വ്യക്തിയോ ആകാവുന്നതാണ് കേട്ടോ. അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഇതുണ്ട്. നിങ്ങൾ വഖഫ് ബോർഡിൻ്റെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് കേരള വഖഫ് ബോർഡിൻ്റെ വെബ്സൈറ്റ്. ഇതിൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ വായിച്ച ഈ ഒരു കാര്യം, ലോൺ സ്കോളർഷിപ്പ് ആപ്ലിക്കേഷൻ ഇൻവൈറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് കണ്ടോ. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഞാൻ വായിച്ചില്ലേ, ഇത് കിട്ടും. അതിൽ ആപ്ലിക്കേഷൻ ഫോമും ഉണ്ട്. എന്നിട്ട് അതിലെന്താണ് ചെയ്യേണ്ടതെന്ന കാര്യങ്ങളൊക്കെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇങ്ങനൊരു കാര്യം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇത് സാധാരണ സ്കോളർഷിപ്പുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചടക്കണ്ടല്ലോ, സ്കോളർഷിപ്പുകൾ നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ ഇത് ലോൺ സ്കോളർഷിപ്പ് എന്നാണ് ഇതിന് പറയണത്. നമ്മൾ പലിശയില്ലാതെ നമ്മൾ ഈ ഒരു എമൗണ്ട് പിന്നെ നമ്മുടെ കോഴ്സ് പൂർത്തിയാക്കി കഴിഞ്ഞ് 2.5 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ അടച്ചു തുടങ്ങേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൻ്റെ എല്ലാ ഇൻസ്ട്രക്ഷനും വെബ്സൈറ്റിലുണ്ട്, നോക്കാം കേട്ടോ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.